പേടിഎം ബാങ്കിംഗ് ആപ്പിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്ന പരാതിയിലാണ് ഇഡിയുടെ അന്വേഷണം നടത്തുക. വിവരങ്ങൾ വിഷ്ണു നൽകും. വിഷ്ണു, എന്താണ് വിവരം? പേടിഎം പേയ്മെന്റ് ബാങ്കിന് ഈ മാസത്തോടു കൂടി ബാങ്കിംഗ് സേവനങ്ങൾ, അതായത് വാലറ്റിലേക്ക് പണം ചേർക്കുന്നത്, ക്രെഡിറ്റ് സേവനങ്ങൾ, ഫാസ്ടാഗ് സേവനങ്ങൾ എന്നിവ നിർത്തണമെന്ന റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ക്രമക്കേടുകൾ, വ്യാപകമായ ക്രമക്കേടുകൾ പേടിഎം ബാങ്കിംഗ് കമ്പനിയുടെ മാതൃ കമ്പനിയായ വൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിദേശ നാണ്യ വിനിമയ ചട്ടം, അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പേടിഎം നേരിടുന്നത്. ഈ വിദേശത്ത് നിന്ന് പണം നിയമം ലംഘിച്ചുകൊണ്ട് സ്വീകരിച്ചു തുടങ്ങിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന് 2 ആഴ്ച ശേഷം, അതായത് റിസർവ് ബാങ്കിന്റെ ഈ തീരുമാനം വന്നതിന് 2 ആഴ്ച ശേഷമാണ് ഇപ്പോൾ ഇഡി അന്വേഷണം നടത്തുന്നത്. ഈ വിഷയത്തിൽ, അതായത് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന അന്വേഷണം ഇഡി അന്വേഷിക്കും. അതിനോടകം തന്നെ പേടിഎമ്മിന്റെ വിപണിയിലും ഓഹരി വിപണിയിലും വലിയ തിരിച്ചടി നേരിടുകയാണ്. പേടിഎമ്മിന്റെ ഓഹരികൾക്ക് 45% വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.